നമ്മൾ പലപ്പോഴും ശാരീരിക ആത്മഹത്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷെ മാനസിക ആത്മഹത്യയെക്കുറിച്ച് നമുക്ക് പലർക്കും അറിവുണ്ടായിരിക്കുകയില്ല. ഇന്ന് നമുക്ക് മാനസിക ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ മനുഷ്യരുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ, സസ്യലതാദികളുടെ, വൃക്ഷങ്ങളുടെ എല്ലാവരും അവരുടെ ആരോഗ്യ സമ്പുഷ്ടീകരണത്തിന്, നല്ല ആരോഗ്യവും കരുത്തും ലഭിക്കാൻ വേണ്ടിയിട്ട്, വളർച്ചയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. ആ ഭക്ഷണത്തിൽ ഒരു ഇത്തിരി വിഷം കലർത്തിയാൽ എന്താവും? നമ്മൾ ആ വിഷം കലർത്തിയത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അതിന് ആത്മഹത്യ എന്ന് പേര് വിളിക്കും. ഇനി മൃഗങ്ങളുടെയോ നമ്മളുടെയോ ഒക്കെ നമ്മൾ അറിയാതെ അതിൽ വിഷം കലർന്നാൽ ആ മൃഗങ്ങളാണെങ്കിൽ മൃഗങ്ങൾ ചത്തുപോകും. സസ്യങ്ങളാണെങ്കിൽ അവർക്ക് അവരുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താൽ അതും നശിച്ചു പോകും. ആത്യന്തികമായിട്ട് ഇതിന്റെ എല്ലാം റിസൾട്ട്, വിഷം കലർന്നാൽ ആത്യന്തികമായിട്ട് അതിന്റെ എല്ലാം റിസൾട്ട് അത് നശിച്ചു പോകുക എന്നുള്ളത്. അത് മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും എല്ലാം അത് നശിച്ചു പോവുക എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട്. ഇതുപോലെ നമ്മൾ നമ്മുടെ ആത്മാവിനും ഭക്ഷണം നൽകേണ്ടതുണ്ട്. ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക, നല്ല നല്ല ചിന്തകൾ ഉണ്ടായിരിക്കുക, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുക. ഇതൊക്കെ ആത്മാവിന് നൽകുന്ന ഭക്ഷണങ്ങളാണ്. ഈ ഭക്ഷണത്തിൽ നമ്മൾ നെഗറ്റീവായ ചിന്തകളും നെഗറ്റീവായ പ്രവർത്തനങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങളും അധാർമികമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പതിയെ പതിയെ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, നമ്മുടെ മാനസികോർജം നഷ്ടപ്പെടുന്നു, പോസിറ്റീവ് മൈൻഡ് സെറ്റ് നഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു മാനസിക ആത്മഹത്യയാണ്. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതെയാണ് ചെയ്യാറ്. പക്ഷെ അതിന്റെ റിസൾട്ട് എന്താണ്? നമുക്ക് നമ്മുടെ മാനസിക കഴിവ് നശിച്ചു പോവുക എന്നുള്ളതാണ്. നമ്മളിത് അറിഞ്ഞു ചെയ്യും. ചിലവ് അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ അതിനെ മാനസിക ആത്മഹത്യ എന്നും വിളിക്കാം. ഏതായാലും ഇതിന്റെ ആത്യന്തിക റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് ഇല്ലാതായി പോവാണ്. ഇതൊക്കെ പരിഹാരങ്ങളുണ്ട്. പരിഹാരങ്ങൾ എന്നാൽ നമ്മൾ പോസിറ്റീവ് ചിന്തകൾ കൊടുക്കുക, പോസിറ്റീവ് പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. നമ്മൾ നമ്മുടെ മനസ്സിനെ മറ്റുള്ളവർക്ക് അപകടപ്പെടുത്താൻ സാധിക്കില്ല. ഒരുപക്ഷെ നമ്മളെ ശരീരത്തിനെ അപകടപ്പെടുത്താൻ കഴിയുമായിരിക്കും. നമ്മളൊരു നേർരേഖയിലൂടെ ധാർമ്മിക മൂല്യങ്ങളും എല്ലാം മുറുകെ പിടിച്ച് നേർരേഖയിലൂടെ പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മളെ മനസ്സിനെ ഒരാൾക്കും, നമ്മൾ ആത്മാവിനെ ഒരാൾക്കും അപകടപ്പെടുത്താനോ ആക്രമിക്കാനോ സാധിക്കുകയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകും. നമ്മളെ നിയമങ്ങളൊക്കെ പാലിച്ചു പോകുന്ന സമയത്ത് ഒരുപക്ഷെ ആ സൈഡിലൂടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മളെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു അപകടപ്പെടുത്തലാണ്. പക്ഷെ അവിടെയും നമ്മുടെ മനസ്സിനെ അപകടപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ധാർമ്മിക മൂല്യങ്ങളും ജീവിതത്തിലെ പാലിക്കേണ്ട മൂല്യങ്ങളും വിശ്വാസങ്ങളും എല്ലാം പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഒരാൾക്കും നമ്മുടെ മനസ്സിനെ അപകടപ്പെടുത്താൻ സാധിക്കുകയില്ല. ഹെമിംഗ്വേ പറഞ്ഞു വെച്ചതുപോലെ നിങ്ങൾക്ക് തന്നെ കൊല്ലാം, പക്ഷെ പരാജയപ്പെടുത്താനാവില്ല.